അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഭാഗം 20. ഒരു വെള്ളിയാഴ്ച ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിമ്പറിൻ്റെ മേൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു സ്വഹാബി പെട്ടെന്ന് കടന്നു വന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഓ നബിയെ, ഹലക്കത്തിൽ അംവാൽ, നമ്മുടെ സമ്പത്തുകളെല്ലാം സ്വത്തുകളെല്ലാം നാശമായി പോയി. അതേപോലെ വൻഖതഅത്തി സുബുലു ഫദുല്ലാഹ അൻ യുഗീസനാ, നമ്മുടെ എല്ലാ വഴികളും മുറിഞ്ഞുപോയി. ഒട്ടകങ്ങളും മറ്റു സമ്പത്തുകളെല്ലാം നാശമായിപ്പോയി. അതുകൊണ്ട് നമുക്ക് വെള്ളമില്ലാതെ ക്ഷാമം പിടിച്ചെല്ലാം നാശമായിപ്പോയി. ഒന്ന് വെള്ളം കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം നബിയെ എന്ന് ബഹുമാനപ്പെട്ട സ്വഹാബി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ ഫറഫഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഹു, ആ സമയത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കൈനെ ഉയർത്തി. എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അഗ്ഥിനാ, അല്ലാഹുമ്മ അഗ്ഥിനാ, അല്ലാഹുമ്മ അഗ്ഥിനാ, പടച്ചവനെ ഞങ്ങൾക്ക് നീ മഴ നൽകണമേ, വെള്ളം നൽകണമേ, മഴ നൽകണമേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തപ്പോൾ ഈ ഹദീസ് ഉദ്ധരിക്കുന്ന റിപ്പോർട്ട് ചെയ്യുന്ന അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞങ്ങൾ മാനറാഫിസ്സമായി സഹാബ, ആകാശത്തിൽ ഒരു മേഘ കണ്ടിട്ടേയില്ല, അത്രയും ക്ഷാമം പിടിച്ച സമയമായിരുന്നു അത്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത് കഴിയുമ്പോഴേക്ക് ആകാശത്തിൽ മേഘത്തിൻ്റെ ഒരു കഷ്ണം കണ്ടു. എന്നിട്ട് അത് ആകാശം മുഴുവനും പരന്നു. ആ സമയത്ത് ثم أمطرت فلا والله ما رأينا الشمس سبتا. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആ സമയത്ത് തന്നെ വെള്ളം മഴ ഇങ്ങനെ അടിക്കാൻ തുടങ്ങി, വളരെ ശക്തമായ മഴ. സുബ്ഹാനല്ലാഹ്, ഒരാഴ്ചക്കാലം ഞങ്ങൾ സൂര്യനെ കണ്ടിട്ടേയില്ല, അത്രയും മോടം പിടിച്ചിട്ട് ശക്തമായ മഴ ഒരാഴ്ചക്കാലം വന്നു. അവസാനം അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോൾ ഒരാൾ അതേ പുരുഷനാണോ അല്ലേ എന്നൊക്കെ അഭിപ്രായമുണ്ട്. ഒരാൾ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അതേപോലെ തന്നെ ഹലക്കത്തിൽ അംവാൽ, അന്ന് പറഞ്ഞത് നമ്മുടെ സ്വത്തുകളെല്ലാം വെള്ളമില്ലാതെ നശിഞ്ഞു പോയി. ഇപ്പോൾ വെള്ളം ഏറിയിട്ട് എല്ലാ തോട്ടങ്ങളും മറ്റുള്ള സമ്പത്തുകളെല്ലാം നശിഞ്ഞു പോയി. വഴികളെല്ലാം മുറിഞ്ഞു, വഴിയിൽ നടക്കാൻ കഴിയുന്നില്ല, വാഹനങ്ങളൊക്കെ വെള്ളത്തിൽ ഒഴുകിപ്പോകാൻ തുടങ്ങി. അത്രയും ശക്തമായ ഇടപെടാത്ത വെള്ളമാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫറഫഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദൈഹി, തൻ്റെ കൈനെ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുമ്മ അലൽ ആകാമി വൽളിറാബ് വബുതൂനിൽ ഔദിയത്തി വമനാബിത്തി ഷജർ, പടച്ചവനെ കുന്നുകളിലും അതുപോലെ മറ്റു ചുറ്റുഭാഗത്തിൽ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ഈ മഴ നീ വർഷിപ്പിക്കണമേ. അതേസമയത്ത് നമുക്ക് മതി, ഈ നാട്ടിലേക്ക് മതി എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനോട് പറയുമ്പോഴേക്ക് ആ മഴ നിന്നു. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ മഴ നിന്നു. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത്. അള്ളാഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു വാങ്ങിയ ആ മഴ, അത് അള്ളാഹു തആല നിർത്താൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയാൻ കാത്തുനിന്നു. അത് അള്ളാഹുവിൻ്റെ ഹബീബാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹുവിനക്കുള്ള ഉണ്ടാകുന്ന മഹബത്തും ആ ഒരു ബഹുമാനവുമാണ്. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്താണ് അവിടെ കണ്ടത്. ഇങ്ങനെ പല സംഭവങ്ങളും പല സന്ദർഭത്തിലായും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളമില്ലാത്ത സമയത്ത് പല രൂപത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന് വെള്ളം കൊടുത്തു. പലപ്പോഴും ഇങ്ങനെ ദുആ ചെയ്തു കൊടുത്തു,
പല സമയങ്ങളിൽ കൈൻ്റെ വിരൽ കണ്ട് വെള്ളം കൊടുത്തു. ചില സന്ദർഭങ്ങളിൽ കിണറ്റിലേക്ക് തുപ്പിയിട്ട് വെള്ളം ഇങ്ങനെ ജാസ്തിയാക്കി. ഇങ്ങനെ പല രൂപത്തിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ വെള്ളം കൊടുത്തുകൊണ്ട് സഹായിച്ചിട്ടുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റഹ്മത്താൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വലിയ റഹ്മത്ത്, അവിടുത്തെ ഷഫാഅത്ത് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.